ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ ഒരു അടിപൊളി റീഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം റീഡിംഗ് മൊഡ്യൂൾ എല്ലാവർക്കും അന്നും ഇന്നും എന്നും ഏറ്റവും പേടിയോടുകൂടി നോക്കി കാണുന്ന ഒരു മൊഡ്യൂളാണ് റീഡിംഗ്, അല്ലേ? റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ക്ലിയർ ആവാതെ പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് ഭയങ്കര പാടാണോ എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജിനൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുക. കാരണം വ്യത്യസ്തമായിട്ടുള്ള നിരവധി ടിപ്സും ട്രിക്സും നമ്മൾ റീഡിങ്ങിന് വേണ്ടി സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ജിനൂസ് അക്കാഡമിയിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ നേരിട്ട് നിങ്ങൾക്ക് റിവ്യൂ എടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈവൻ ഞാനും മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്, പരസ്യമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കാണ്. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ആരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ പൈസ പോയെന്നുകൊണ്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ, കാരണം അത് ജെനുവിൻ സംഭവമായിരിക്കും. പിന്നെ നിങ്ങളുടെ ശത്രുക്കളോട് പോയിട്ട് ചോദിക്കരുത് കേട്ടോ, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് പണി തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കാം. ജിനൂസ് അക്കാഡമിയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റീഡിംഗ് ക്ലാസ്സുകളാണ് പോകുന്നത്. അത് എൻ്റെ വാക്കാണ്. നമ്മൾ ജോയിലാണ് നമുക്ക് റീഡിംഗ് എടുക്കുന്നത്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജിനൂസ് അക്കാഡമിയിൽ വെയിറ്റിംഗ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുറേ റിസർച്ചൊക്കെ ചെയ്ത് കുറേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെയാണ് എപ്പോഴും യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഓരോ മൊഡ്യൂൾസിൻ്റെ കണ്ടന്റും നമ്മൾ കൊണ്ടുവരാറ്. അപ്പോൾ ഇന്നും അതുപോലുള്ളൊരു സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ പോയിട്ട് ഒരു പേപ്പറും ഒരു പെൻസിലും എടുത്തുകൊണ്ട് വരിക. കാരണം ഇത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനായിട്ട് മടിക്കരുത്. ഈ മോക്ക് ടെസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ, അല്ലേ, പാർട്ട് എയിൽ പല ടൈപ്സ് ആണ്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, മോക്ക് ടെസ്റ്റിനായിക്കോട്ടെ, പരീക്ഷയ്ക്കായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്ന ഒരു മേഖലയാണ് മെഡിക്കേഷൻ്റെ ഡോസേജ് വരുമ്പം അതെങ്ങനെ എഴുതണം. MG എഴുതണോ, 5 mg വന്ന് 5 എന്ന് എഴുതിയാൽ മതിയോ, MG എന്ന് എഴുതിയാൽ മതിയോ, അത് MG മാത്രം മതിയോ, 5 വേണ്ടേ, ഇങ്ങനെ പല ഡൗട്ടുള്ളവരാണ്. അപ്പം അവർക്കൊക്കെ കൂടിയുള്ളൊരു ക്ലാരിറ്റിയും കൂടിയാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പെൻസിലും ഒരു പേപ്പറും എടുത്ത് മുമ്പിൽ വെക്കുക. ഓക്കെ, സെഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ആൻസർ എഴുതണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പേപ്പറും പെൻസിലും റെഡിയല്ലേ? എല്ലാവരും എടുത്തു വെച്ചോ? റെഡി ആണെന്നുണ്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യാം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ OET റീഡിംഗ് പാർട്ട് എയിലെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് റീഡിങ്ങിൻ്റെ പാർട്ട് എയിലെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കേഷൻ ഡോസേജുമായി ബന്ധപ്പെട്ട് 10 ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു എക്സാം പോലെ ചെയ്യാനാണ്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒരു പേപ്പർ എടുക്കുക. നിങ്ങൾ പേപ്പർ എടുത്ത ശേഷം 1 2 3 4 5 6 7 8 9 10 നമ്പർ ജസ്റ്റ് ഒന്ന് ഇട്ട് എഴുതി വെച്ചേക്കുക എല്ലാവരും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരും. ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതണം. ഉത്തരം എഴുതാൻ സമയം തരും. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം. കാരണം നമുക്ക് എക്സാമിന് പല സ്റ്റുഡൻസും ഈ മെഡിക്കേഷൻ ഡോസേജിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അൺനെസസറി ആയിട്ട് നിങ്ങൾ മാർക്ക് പോകരുത്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ റീസെൻ്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ് ഒരു 10 ബുദ്ധിമുട്ടേറിയ മെഡിക്കേഷൻ ഡോസേജ് ക്വസ്റ്റ്യൻസ് ഇൻ റീഡിംഗ് പാർട്ട് എ. അപ്പം അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിൽ ആദ്യം നമ്മൾ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഡോസ്, അല്ലേ? പാരസീറ്റാമോൾ 15 to 50 mg per kilogram, അതായത് 15 മുതൽ 50 mg per kilogram. ഇതാണ് ഒരു സെൻറ്റൻസ് ആണിത്. അല്ലെങ്കിൽ നമ്മൾ റീഡിങ്ങിൻ്റെ പാർട്ട് എയിലെ ടെക്സ്റ്റ് എയിലെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബിയിലെ അല്ലെങ്കിൽ സിയിലെ ഡിയിലെ ഒരു സെൻറ്റൻസ് ആയിട്ട് എടുക്കുക നിങ്ങൾ.
ഇതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ഒരു 8 ചോദ്യമുണ്ട്. അതിനുശേഷം വേറൊരു സെൻറ്റൻസ് തന്നിട്ട് അതിന് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 10 ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഇപ്പോൾ വിസിബിൾ ആവും, നോക്കിക്കോളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് 15 സെക്കൻഡ് സമയം തരുവാണ്. 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം അല്ലേ? ഇതിൻ്റെ ആൻസർ 15 mg, 15 mg ആണ് കറക്റ്റ് ആൻസർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകട്ടോ, നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ മിനിമം ഡോസ് ഓഫ് പാരസീറ്റമോൾ പെർ കിലോഗ്രാം ഓഫ് പേഷ്യൻ്റ് വെയിറ്റ്? ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഡോസേജ് നോക്കിക്കേ, 15 മുതൽ 50 വരെ mg/kg ആണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മിനിമം ഡോസ് ആണ്. അപ്പം മിനിമം 15, മാക്സിമം 50. അപ്പം എന്താണ് ആൻസർ? 15 mg. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അവിടെ പെർ കിലോഗ്രാം വേണ്ടേ അല്ലേ? നമ്മുടെ ചോദ്യത്തിൽ ഓൾറെഡി പെർ കിലോഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഇതൊരു WH ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെർ കിലോഗ്രാം. അപ്പോൾ വീണ്ടും എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്ത് എഴുതണം? 15. പിന്നെ ഡോസ് ആയതുകൊണ്ട് യൂണിറ്റ് എഴുതണം. അപ്പോൾ നമ്മുടെ mg/kg ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമായിരുന്നു, പക്ഷേ പെർ കിലോഗ്രാം ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തോണ്ടാണ്. അപ്പോൾ എന്താണ് ആൻസർ? 15 mg. നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെയാണ് ഉത്തരം തെറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരം ശരിയാക്കിയവരുണ്ടെങ്കിൽ എക്സലൻറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ സെയിം ആ ഡോസ് മാറുന്നില്ല കേട്ടോ. ഡോസ് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യനിലൊരു ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കിക്കോളാം. 15 സെക്കൻഡ് സമയം തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസർ എന്തായിരിക്കും? 50 mg. 50 mg ആണ് കറക്റ്റ് ആൻസർ. അപ്പം എന്താണ് ഇതിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ പീക്ക് ഡോസ് ഓഫ് പാരസിറ്റമോൾ പെർ കിലോഗ്രാം ഓഫ് പേഷ്യൻ്റ് വെയിറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പെർ കിലോഗ്രാം ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ ഈ പീക്കിന് സിനോണിമാണ് എന്ത്? മാക്സിമം. PEAK, പീക്ക്, മാക്സിമം. അപ്പോൾ 50 mg. കണ്ടോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പം സെയിം നമ്മുടെ സെൻറ്റൻസ് മാറുന്നില്ല കേട്ടോ. ഡോസ് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും, അത് മാറുന്നില്ല. അതിനെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സ്ക്രീനിലേക്ക്. 15 സെക്കൻഡ് സമയം തരാം. ഓക്കെ, എന്തായിരിക്കും ആൻസർ? മൂന്നാമത്തെ 50 mg/kg ഈസ് ദ കറക്റ്റ് ആൻസർ. 50 mg/kg. നോക്കിക്കേ, എന്താണ് വ്യത്യാസം നോക്കൂടെ? വാട്ട് ഈസ് ദ മാക്സിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ? അപ്പം നമുക്കറിയാം മിനിമം 15 ആണ്, മാക്സിമം 50 ആണ്. ഇവിടെ നമ്മൾ mg/kg വേണം. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പെർ കിലോഗ്രാം ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ യൂണിറ്റ് ആണ്, നമ്മൾ ഡോസ് പറയുമ്പോൾ യൂണിറ്റ് നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ 50 mg/kg എഴുതിയാൽ മാർക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ? ക്വസ്റ്റ്യൻ മാറുന്നതനുസരിച്ച് ആൻസർ മാറുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? സോ ഫോർത്ത് ക്വസ്റ്റ്യൻ കമ്മിങ് ഓൺ. സ്ക്രീനിലേക്ക് നോക്കുക. ഓക്കെ, സോ ആൻസർ എന്താണ്? 15 mg/kg ആണ് നാലാമത്തെ ആൻസർ. 15 mg/kg. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പേര് ശരിയാക്കി കാണാം, കാരണം നേരത്തെ ആ ലോജിക്ക് വെച്ച് കിട്ടും അല്ലേ? വാട്ട് ഈസ് ദ മിനിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ? അപ്പോൾ ഒന്നുമില്ല, അവിടെ 15 mg/kg ആണ്. കാരണം അതാണ് ലോവർ ലിമിറ്റ് അല്ലേ? 15 മുതൽ 50 mg/kg എന്ന് പറയുമ്പോൾ 15 mg/kg മുതൽ 50 mg/kg എന്ന് പറയുമ്പോൾ 15 mg/kg ആണ് മിനിമം. മാക്സിമം എത്രയാണ്? 50 mg/kg. അപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് ചോദ്യം. വാട്ട് ഈസ് ദ മിനിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ? ദാറ്റ് മീൻസ് യു ഹാവ് ടു റൈറ്റ് ദ യൂണിറ്റ് ഫുള്ളി. അത് per kg ഒക്കെ എഴുതണം. അപ്പോൾ കാരണം ക്വസ്റ്റ്യനിൽ per kg ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എഴുതണ്ടായിരുന്നു, അല്ലാത്ത പക്ഷം നമ്മൾ എഴുതണം. സോ 15 mg/kg is the correct answer because minimum dose ആണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കണം, 5ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കുക. 15 സെക്കൻഡ് സമയമുണ്ട്, നോക്കിക്കോളൂ. ഓക്കെ, ഇതെന്താ നിങ്ങൾ എഴുതിയത്? വാട്ട് ഈസ് ദ ഡോസ് ഓഫ് പാരസിറ്റമോൾ? ഇത് നിങ്ങൾ ഫുൾ എഴുതണം. 15 ഒരു വര 50 mg/kg, അതായത് ആ റേഞ്ച് ഫുൾ അങ്ങ് എഴുതുക. അതാണ് വാട്ട് ഈസ് ദ ഡോസ് ഓഫ് പാരസിറ്റമോൾ കേട്ടോ. മാക്സിമം മിനിമം ചോദിച്ചിട്ടില്ല. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ദ ഫുൾ റേഞ്ച്. 15 വര 50 mg/kg കേട്ടോ. നോക്കി നിങ്ങൾ, ഞാൻ ഒറ്റൊരു സെൻറ്റൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്കി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ, വാട്ട് ഈസ് ദ ആവറേജ് ഡോസ് ഓഫ് പാരസിറ്റമോൾ? ഇതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പല സ്റ്റുഡൻസും ഇത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ആവറേജ് കാണുമ്പോൾ നമ്മൾ പൊതുവേ 15 + 50 / 2 എന്നൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയൊന്നും നമുക്ക് കാൽക്കുലേഷൻ വരത്തില്ല. നമുക്ക് ഒരിക്കലും കാൽക്കുലേഷൻ ആയിട്ട് റീഡിങ്ങിൻ്റെ പാർട്ടിലെ ആൻസർ വരത്തില്ല. നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ആൻസർ? ഒന്നുമില്ല, സെയിം 5ാമത്തേൻ്റെ അതേ സെയിം ആൻസർ തന്നെ. കാരണം ആവറേജ് ഡോസ് ആയിക്കോട്ടെ റേഞ്ച് ആയിക്കോട്ടെ, യു ഹാവ് ടു റൈറ്റ് ദ ഫുൾ റേഞ്ച്. 15 വര 50 mg/kg ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് 5ൻ്റെയും 6ൻ്റെയും സെയിം ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി തെറ്റിക്കരുത്. ആവറേജ് കാണുമ്പോൾ നിങ്ങൾ /2 എന്ന് എടുക്കാൻ പാടില്ല. സിമ്പിൾ, ആ ഒരു ഡോസ് എന്താണ്, ആ റേഞ്ചാണ് ചോദിച്ചത്, അല്ലാതെ വേറെ നമ്മുടെ കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ക്ലിയർ അല്ലേ? പിന്നെ ചില സ്റ്റുഡൻസ് ഈ ആവറേജ് ചോദിക്കുമ്പോൾ മിനിമം എഴുതാറുണ്ട്, ചിലർ മാക്സിമം എഴുതാറുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇതാണ് ആൻസർ കേട്ടോ. ആവറേജ് ഡോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ റേഞ്ച് എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 7ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം അല്ലേ? നോക്കിക്കോളൂ. ഓക്കെ, വാട്ട് ഈസ് ദ മിനിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ പെർ കിലോഗ്രാം ഓഫ് പേഷ്യൻ്റ് വെയ്റ്റ് ഇൻ മില്ലിഗ്രാംസ്? ആൻസർ എന്താ? 15 മാത്രം എഴുതിയാൽ മതി. 15 മാത്രം എഴുതിയാൽ മതി. ഇത് എത്ര പേര് ശരിയാക്കിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ നോക്കിക്കേ, അവിടെ മില്ലിഗ്രാംസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ച് പേരെങ്കിലും മില്ലിഗ്രാംസ് അവിടെ mg എന്നൊക്കെ വീണ്ടും എഴുതാൻ സാധ്യതയൊക്കെ ഉണ്ട് അല്ലേ? അവിടെ നോക്കണം, പെർ കിലോഗ്രാം തന്നിട്ടുണ്ട്, മില്ലിഗ്രാംസും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ? 15 മാത്രം എഴുതിയാൽ മതി. കണ്ടോ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട 8ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കിനി 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് ഞാൻ വേറൊരു ഇതിൽ പറയാണ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. നോക്കിക്കോളൂ. ഓക്കെ, എന്താ ആൻസർ? ആൻസർ 15 വര 50, അത് മാത്രം മതി. എന്താ ചോദ്യം നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ, ചോദ്യം നോക്കിയേ. ആൻസർ ഇതാണ്, 15 വര 50. വാട്ട് ഈസ് ദ ഡോസ് ഓഫ് പാരസിറ്റമോൾ പെർ കിലോഗ്രാം ഓഫ് എ പേഷ്യൻ്റ് വെയ്റ്റ് ഇൻ മില്ലിഗ്രാംസ്? അപ്പോൾ ഡോസ് ആണ് ചോദിച്ചത്, മാക്സിമം മിനിമം ചോദിച്ചിട്ടില്ല. ഡോസ് ആണ്, ഫുൾ എഴുതണം. ഫുൾ എഴുതുന്ന സമയത്ത് കിലോഗ്രാം ക്വസ്റ്റ്യനിലുണ്ട്, അപ്പോൾ അത് എഴുതാൻ പാടില്ല. മില്ലിഗ്രാംസും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 15 ഒരു വര 50. അപ്പോൾ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഒന്നുകൂടെ കേട്ട് നോക്കണം. ഇത് കാരണം ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും നമുക്ക്. അപ്പോൾ ഒന്നുകൂടെ കേട്ട് നോക്കണം കേട്ടോ. ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത 9ാമത്തെയും 10ാമത്തെയും ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് കുറച്ച് ലെവൽ മാറും കേട്ടോ. ഇത് ലെവൽ മാറുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. ഇവിടെ ഞാൻ സ്ക്രീനിലേക്ക് നോക്കുക. നമ്മൾ നേരത്തെ ആ ഒരു സെൻറ്റൻസ് മാറ്റുവാണ്. ഇപ്പോൾ വേറൊരു ടെക്സ്റ്റിലെ ഒരു ഭാഗമാണ്. നോക്കിക്കോളൂ. പാരസെറ്റമോൾ ഡോസ്, സ്ക്രീൻ നോക്കിക്കുക നിങ്ങളെല്ലാവരും. ഓറൽ സസ്പെൻഷൻ > or 125 mg, ടാബ്ലറ്റ് ആണെങ്കിൽ < or 100 mg. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഡോസിലൊരു മാറ്റം ഉണ്ടല്ലേ, അതായത് > or < വെച്ചിട്ട് ഡോസ് വെച്ചേക്കുവാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പല സ്റ്റുഡൻസും പാനിക് ആവാറുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കണം, കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. അപ്പം 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ.
നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക, അതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു 20 സെക്കൻഡ് ഈ ക്വസ്റ്റ്യൻ തരാം. 20 സെക്കൻഡ്, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ 20 സെക്കൻഡ് സമയമുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. ഇതിൻ്റെ ആൻസർ, 9ാമത്തെ ആൻസർ 100 mg. 100 mg. എത്ര പേര് ശരിയാക്കി? 100 mg ഇസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞുതരാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ, മാക്സിമം ചോദിക്കുമ്പോൾ എങ്ങനെ 100 വന്നാൽ 125 മാക്സിമം ഡൗട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിക്കോളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ചിഹ്നം കാണുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ആ ചിഹ്നം കൊടുക്കാതെ ഇപ്പോൾ 125 mg 100 mg കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മിനിമം പറയാൻ എളുപ്പമാണ്. കാരണം ഹയസ്റ്റ് വാല്യൂ മാക്സിമം, ലോവസ്റ്റ് വാല്യൂ മിനിമം ആണ്. നമ്മളൊരു പരിധിവരെ നേരത്തെ അങ്ങനത്തെ ആ മോഡലാണ് ചെയ്തത്. ഇവിടെ ചിഹ്നം കൊടുക്കുമ്പോൾ ചിഹ്നത്തിന് പ്രാധാന്യതയുണ്ട്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഞാൻ ഈ ചോദ്യം ഒന്ന് വായിക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ ദാറ്റ് വി ക്യാൻ ഫിക്സ് റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ടൈം. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓറൽ സസ്പെൻഷൻ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. മാക്സിമം ഡോസ് എത്രയാണ്? ഇത് തന്നിരിക്കുന്ന വാല്യൂവിൽ ഏറ്റവും മാക്സിമം ഡോസ് ഏതാണ്? അപ്പോൾ ഇത് തന്നിരിക്കുന്നത് വെറുതെ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നും പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ചിഹ്നം വെച്ചിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആ ചിഹ്നത്തിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഞാൻ അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ 9ാമത്തെ ആൻസർ എങ്ങനെയാണ് 100 mg വന്നതെന്ന് പറഞ്ഞുതരാം. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കരുത്. 10ാമത് ഇത് നന്നായി പഠിച്ച 10 എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ നോക്കിക്കേ, ഓറൽ സസ്പെൻഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 125 mg എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? നിങ്ങൾ അതിൻ്റെ മീനിങ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓറൽ സസ്പെൻഷനിലായിട്ട് പാരസിറ്റമോൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോസ് എങ്ങനെ കൊടുക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 125 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 mg അതിൻ്റെ മേളിലേക്ക് എത്രയോ ആവാം. അതതിൻ്റെ മീനിങ്. 125 mg ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 125 mg അർത്ഥം എന്താണ്? 125 mg അതിൻ്റെ മുകളിലേക്ക് ഏത് വാല്യൂ വരാം? 135, 145, 160, 200, 300, 400 അങ്ങ് പോവുകയാണ്. ലിമിറ്റ് ഇല്ലാതെ പോവുകയാണ്. അപ്പം ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 125 mg നമുക്ക് മാക്സിമം വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 125 തുടങ്ങിയിട്ട് എത്ര വേണമെങ്കിലും ആവാം. മാക്സിമം പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങ് പോവുകയാണ്. അതേസമയം നിങ്ങൾ ടാബ്ലറ്റ് എടുത്ത് നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 mg. അതിൻ്റെ മീനിങ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 mg മീനിങ് എന്താണ്? 100 mg അതിൻ്റെ താഴേക്കോ 100 mg അതിൻ്റെ താഴേക്കോ. അപ്പോൾ 100 mg ആവാം, 90 mg ആവാം, 80 mg ആവാം, അങ്ങ് താഴേക്ക് എത്ര വേണമെങ്കിലും പോവാം. അപ്പോൾ അവിടെ നമുക്ക് താഴേക്ക് എത്ര വരെ പോകാം, മിനിമം എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. പക്ഷെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണ്ട അവിടെ 100 mg ലെസ് ദാൻ ഈക്വൽ ടു 100 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മാക്സിമം 100 mg അതിന് താഴേക്ക് എത്രയോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വാല്യൂ പറയാൻ പറ്റുന്നത് ഏത് ചിഹ്നത്തിൻ്റെ അടുത്തുള്ള വാല്യൂ ആണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ അടുത്തുള്ള വാല്യൂ ആണ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം 100 mg അല്ല അതിന് താഴേക്ക് എത്ര വേണം പോവാം. മാക്സിമം പറയാൻ പറ്റും. 100 mg മുകളിൽ പോകാൻ പാടില്ല ഈ ടാബ്ലറ്റ് ആ ഒരു കേസ് എടുക്കുവാണെങ്കിൽ. അപ്പം 100 mg അതിൽ താഴെയോ. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള വാല്യൂ വരുമ്പോൾ അല്ലെങ്കിൽ ആ ചിഹ്നം കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് അതിൽ നിന്ന് മാക്സിമം ആണ് പറയാൻ പറ്റുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ മിനിമം ആണ് പറയാൻ പറ്റുക. അപ്പോൾ ദാറ്റ് മീൻസ് 100 mg അതിന് താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മാക്സിമം നമുക്ക് ആ 125 mg നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം 125 mg അതിന് മേളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഫിക്സ്ഡ് അല്ല, മാക്സിമം വാല്യൂ ഫിക്സ്ഡ് അല്ല. പക്ഷെ നമ്മൾ രണ്ടാമത്തേൽ നമുക്ക് മാക്സിമം വാല്യൂ ഫിക്സ്ഡ് ആണ്. കാരണം 100 mg അതിന് താഴെ മാക്സിമം 100 mg ആണ്. അപ്പം ഫിക്സ് അതാണ് ദാറ്റ് വി ക്യാൻ ഫിക്സ് എന്ന് പറഞ്ഞോ കേട്ടോ. അപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലെസ് ദാൻ എടുക്കുന്ന അവിടെ മാക്സിമം വാല്യൂ ഫിക്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 100 mg ഇസ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ 10th ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത ശേഷം നിങ്ങൾക്ക് ടോട്ടൽ 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. 10ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, ഒരു 20 സെക്കൻഡ് സമയം തരാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, എന്താണ് ആൻസർ?
125 mg is the correct answer. ഈ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. വേറൊരു കാര്യം പറയുള്ളത് വെച്ചാൽ പല സ്റ്റുഡൻസും ഈ മാക്സിമം മിനിമം ചോദിക്കുമ്പോൾ ആ ചിഹ്നം കൂടെ എഴുതാറുണ്ട്. ചിഹ്നം എഴുതിയ മാർക്ക് കിട്ടത്തില്ല. മാക്സിമം മിനിമം ചോദിച്ചു കഴിയുമ്പോൾ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. കാരണം മാക്സിമം മിനിമം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ്, അത് ലിമിറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ആയിരിക്കണം. അവിടെ നമ്മൾ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താ, അങ്ങനെ ലിമിറ്റ് ഇല്ല. ചിഹ്നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നിർത്താൻ അങ്ങനെ കയറി പോവുകയാണ്. ലെസ് ദാൻ പറയുമ്പോൾ താഴേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ ലിമിറ്റ് എടുക്കാൻ പറ്റില്ല. ചിഹ്നം എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ഇല്ല എന്നർത്ഥം. നമുക്ക് മാക്സിമം മിനിമം എന്ന് വെച്ചാൽ ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ 125 mg വന്നത്? ചോദ്യം വായിക്കാം അല്ലേ. വാട്ട് ഈസ് ദ മിനിമം ഡോസ് ഓഫ് പാരസിറ്റമോൾ ദാറ്റ് വി ക്യാൻ ഫിക്സ് ലിമിറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഏതും ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് മിനിമം ഡോസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ഡോസ് പറയണമെങ്കിൽ നമുക്ക് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മിനിമം ഡോസ് പറയാൻ പറ്റുള്ളൂ. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 125 mg യോ അതിൻ്റെ മുകളിലേക്കോ, അപ്പോൾ മിനിമം 125 mg അവിടെ നമുക്ക് മിനിമം ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ലെസ് ദാൻ ഓർ ഈക്വലിന് അവിടെ മിനിമം ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ 100 അതിൽ താഴേക്കോ, താഴെ മിനിമം വാല്യൂ പറയാൻ പറ്റത്തില്ല. അപ്പോൾ മിനിമം വാല്യൂ പറയാൻ പറ്റുന്ന ഏത് റേഞ്ചിൻ്റെ അവിടെ ആയിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചിഹ്നത്തിൻ്റെ അവിടെ ആയിരിക്കും മിനിമം വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ആലോചിച്ചിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ആൻസർ എന്താണ്? മിനിമം ഡോസ് എന്താണ്? 125 mg ആണ് കേട്ടോ. അപ്പോൾ മിനിമം 125, പിന്നെ മുകളിലേക്ക് എത്രയും പോകും. അപ്പോൾ മിനിമം വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. 125 സംതിങ് 125 mg ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളൊന്ന് ടോട്ടൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് നോക്കുമല്ലോ. അപ്പം നിങ്ങൾ എത്ര മാർക്ക് 10 കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ബുദ്ധിമുട്ടേറിയ 10 മെഡിക്കേഷൻ ഡോസേജ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടിട്ട് മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. സോ താങ്ക് യു ഓൾ. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്കിത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല വേർഷൻസ് ആയിട്ട് ജിനൂസ് അക്കാഡമി വരും. ഇന്നേ വരെ OET പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൊവൈഡ് ചെയ്യാത്ത ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ കൂടെയാണ് ജിനൂസ് അക്കാഡമിയുടെ OET ക്ലാസ്സുകൾ. സോ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് OET ക്ലിയർ ചെയ്യാൻ വേണ്ടി ജിനൂസ് അക്കാഡമി ജോയിൻ ചെയ്യുക. താങ്ക് യു. Gino's Academy. Fly with your dreams.